ഹലോ ഡിയർ ഗൈസ്, ഇന്ന് നമുക്കൊരു പ്രോബ്ലത്തിന് ഒരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് എല്ലാവരുടെ വീട്ടിലുള്ളൊരു പ്രശ്നം തന്നെ. ദാറ്റ് മീൻസ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. അതിപ്പം ഫുഡ് വേസ്റ്റ് ആയിക്കോട്ടെ, ബാക്കി എന്തെങ്കിലും തരത്തിലുള്ള വേസ്റ്റ് ആയിക്കോട്ടെ. ഞാൻ പ്ലാസ്റ്റിക് വേസ്റ്റിനെ കുറിച്ചല്ല പറയുന്നത്. നമുക്ക് ആ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റിലൂടെ നമുക്ക് 10 പൈസ വരുമാനം ഉണ്ടാക്കുന്ന രീതിയിൽ, അത് പല രീതിയിലാണ്. ഓരോ ആളുകൾ എങ്ങനെ ചിന്തിക്കുന്നു അതിനനുസരിച്ചാണ് നമുക്കതിനകത്ത് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അപ്പം അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾക്കിവിടെ കാണാം കുറേ ബക്കറ്റും PVC പൈപ്പും ഒക്കെ ഉണ്ട്. കണ്ടോ, ഈ പൈപ്പ്, അതേപോലെ ഒരു ബക്കറ്റുണ്ട്, നെറ്റുണ്ട്, കുറച്ച് സാധനങ്ങൾ ഞാനിവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ ചില ആൾക്കാർക്ക് അത് മനസ്സിലായി കാണും. ബിക്കോസ് ഇതിനെക്കുറിച്ചുള്ള പല വീഡിയോസും നമ്മുടെ യൂട്യൂബിനകത്ത് ചാനലിനകത്തൊക്കെ പല ചാനൽസിനകത്ത് കിടത്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിച്ചത്, ഞാൻ ഇത്രയും നാളായിട്ട് അതിനെക്കുറിച്ചുള്ള കാര്യം ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ബിക്കോസ് ഇപ്പോൾ വന്ന് നമുക്ക് ഈ പറയുന്ന ഈ പൊടിമീനുകളുടെ ഷോർട്ടേജ്, എനിക്ക് മെയിനായിട്ട് വേണ്ടിയത് എൻ്റെ ലൈവ് ഫീഡിങ് ആയിട്ടുള്ള കുറേ ഫിഷസ് ഉണ്ട്. ദാറ്റ് മീൻസ് അരോണ, ആലിഗേറ്റർ കാറ്, അതേപോലെ തന്നെ റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷ്, വാഹ, ഇങ്ങനെ ചെമ്പല്ലി, ഇങ്ങനെ കുറേ ഫിഷസ് ഉണ്ട്. അപ്പം അതിനു വേണ്ടിയുള്ള ഫീഡാണ് എനിക്ക് പ്രധാനപ്പെട്ട കാര്യം. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ പല രീതിയിലുള്ള വേസ്റ്റ് ഉണ്ട്. ഇപ്പം ഫുഡ് വേസ്റ്റുകളുണ്ട്, അതല്ലാതെ പല കാരണത്തിൽ ഇപ്പം എന്തെങ്കിലും ഡിസീസസ് ഒക്കെ വന്ന് ചത്തുപോകുന്ന മീനുകളുണ്ട്, കിളികളുണ്ട്. അങ്ങനെയൊക്കെ അതിനെ വെറുതെ നമ്മൾ കുഴിച്ചിടാതെ അതിലൂടെ നമുക്കൊരു നല്ലൊരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് ആദ്യം തന്നെ എന്തൊക്കെ വേണ്ടി എന്നുള്ള കാര്യം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് 3/4 ഇഞ്ച് പൈപ്പിൻ്റെ കുറച്ച് പീസസ് വേണം. അത് നിങ്ങളുടെ വീട്ടിൽ എവിടെയെങ്കിലും വേസ്റ്റ് ആയിട്ട് കിടപ്പുണ്ടാവും. മിക്കവാറും എല്ലാ വീടുകളിലൊക്കെ കാണുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് PVC പൈപ്പിൻ്റെ പീസസ്. അപ്പം അത് വേണം. അതിനകത്ത് 1 ഇഞ്ചിൻ്റെ പൈപ്പിൻ്റെ പീസ് വേണം. പിന്നെ ഈ ഒരു ബക്കറ്റ് നമ്മൾ സാധാരണ ഈ 100 രൂപ കച്ചവടമുള്ള കുറച്ച് എക്സിബിഷൻസ് ഒക്കെ വരും, അവിടുന്ന് മേടിച്ചാണ്. ഇതിന് എനിക്ക് തുകയായത് 320 രൂപയാണ് അവരെനിക്കിത് ചാർജ് ചെയ്തത്. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്, ഈ ഭാഗത്ത് നമുക്കൊരു ഹോൾ വേണം. ആ ഹോളിന് വേണ്ടി നമ്മൾ എൻ്റെ കാര്യങ്ങളൊക്കെ മെഷീനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മെയിനായിട്ട് ഇത് നമുക്ക് നിങ്ങൾ മേടിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതൊരു പൈപ്പ്, ഇരുമ്പിൻ്റെ പൈപ്പ് ചൂടാക്കിയിട്ട് ഇടിച്ചാലും മതി, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അതുമില്ല, ഇപ്പോൾ ഒരു പപ്പടം കുത്തുന്ന കമ്പി ആയാലും നിങ്ങൾക്ക് മാർക്ക് ചെയ്തിട്ട്, ഇപ്പം എനിക്ക് വേണ്ട സൈസ് ഇതിൻ്റെ 1 ഇഞ്ച് സൈസാണ് വേണ്ടത്. അപ്പം ഈ ഒരു സൈസ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സൈസ് എനിക്ക് വേണ്ടത് കേട്ടോ. അപ്പം ആ സൈസിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ഇതിനകത്ത് നോക്കുക, ഇത് ഓക്കെ കറക്റ്റാണ്. അപ്പോൾ ഈ ഭാഗത്തായിട്ട് കണ്ടോ കമ്പിയില്ല, കമ്പി വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ കിഴിച്ചിട്ട് എന്തെങ്കിലും തട്ടിപ്പോയി, അത്ര ആവശ്യമുള്ളൂ. അല്ലാതെ ഈ മെഷീൻ വെച്ച് ഡ്രിൽ ചെയ്യണമെന്നൊന്നും വേണ്ട, അങ്ങനെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെ. സിമ്പിളായിട്ട് നമുക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഓടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഹോൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കേട്ടോ, ഇത് 1 ഇഞ്ചിൻ്റെ MTA ആണ്. MTA മെയിൽ ത്രെഡ് അഡാപ്റ്റർ എന്ന് പറയും. 32 mm ആണ് കറക്റ്റ് സൈസ്. ഇത് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഹോളിനകത്ത് കയറ്റി നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ കറക്റ്റ് ഹോളായി വെച്ച് ടൈറ്റായിട്ട് കയറുന്നത്. ഓക്കെ, അപ്പോൾ കയറുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പേ നമ്മൾ ചെയ്യുന്ന കാര്യമുണ്ട് കേട്ടോ. ഇതുപോലത്തെ ഒരു വല, അതിപ്പം ഏത് വലയാലും കുഴപ്പമില്ല, പക്ഷേ ഒരു ഇതുപോലത്തെ വല ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ പച്ചക്കറികൾ മേടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വലയാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത് നമ്മൾ ഇതിലോട്ടൊന്ന് കെട്ടിയോ അല്ലെങ്കിൽ ശാലം ഒന്ന് കീറി വിട്ടിട്ടോ ഈ സാധനത്തിലേക്ക് ഇങ്ങനെ ഒന്ന് കയറ്റി വെക്കണം കേട്ടോ. അത് വേണമെങ്കിൽ 1-2 മടക്ക് വേണമെങ്കിൽ കൂടുതലിട്ടാലും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. നമുക്കാണെങ്കിൽ ഒരു മടക്കം കൂടിയിട്ട് വേണമെങ്കിൽ ഇച്ചിരി നീളം അല്ലെങ്കിൽ ശാലം നീളം കുറയ്ക്കുക, എന്തെങ്കിലും ചെയ്താൽ മതി. ഇതെന്താ വെച്ചാൽ ഈ ഒരു ലാർവ, BSF ലാർവ ഉണ്ടാകുന്ന ഒരു കാര്യം ഉണ്ടാക്കുന്ന ഒരു ഈച്ചയാണ്. ബ്ലാക്ക് സോൾജർ ഫ്ലൈസ് പറയും. ആ ബ്ലാക്ക് സോൾജർ ഫ്ലൈസിനെ മുട്ടയിടാൻ വേണ്ടിയുള്ളൊരു സ്പേസ് ആണ് ഈ കാണുന്നത്. ഇതെല്ലാം ഒരു തടിയുടെ കഷ്ണം വെച്ച് കൊടുത്താലും മതി. നമ്മളിപ്പോൾ നെറ്റാ ചെയ്യുന്നത്, അത് നമുക്ക് ബക്കറ്റിൻ്റെ ഉൾഭാഗത്താണ്. ബക്കറ്റിൻ്റെ ഉൾഭാഗത്ത് നല്ലപോലെ കയറ്റി ടൈറ്റ് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ടീ ആയിരുന്നത് ടീ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി.
ഇതിൻ്റെ കൂടെ നമുക്കൊരു ചെറിയൊരു കാര്യം ചെയ്യാനുണ്ട്. അത് നമ്മുടെ 1 ഇഞ്ചിൻ്റെ പി പൈപ്പില്ലേ, ഇത് ഈ രണ്ട് ഭാഗത്തേക്കും ഇങ്ങനെ വെച്ചു. പക്ഷേ വെച്ച് കൊടുക്കുമ്പോൾ ഇത് ഈ ഇങ്ങനെ കേട്ടോ, ഇവിടെ ഇങ്ങനെ സ്ലാൻഡിങ് ആയിട്ട് കട്ട് ചെയ്തിരുന്നു. കറക്റ്റായിട്ട് സ്ലാൻഡിങ് ആയിട്ട് കട്ട് ചെയ്ത് നമ്മൾ മാർക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇവിടെ കണ്ടോ, ഇതുപോലെ എന്ന് വെച്ചാൽ ഈ പറയുന്ന BSF ലാർവയ്ക്ക് അകത്ത് ചേരാനുള്ള സ്പേസ് ആണ്. ഇങ്ങനെ കറക്കി വെക്കേണ്ടത് കണ്ടോ, കിട്ടിയിട്ട് താഴോട്ടാക്കി ഇങ്ങനെയാണ് വെക്കേണ്ടത് കണ്ടോ. ഇതിങ്ങനെ ചെയ്യുന്ന കാരണം ഇതിനകത്ത് ഒരു കാരണവശാലും വെള്ളം വീഴാൻ പാടില്ല. വെള്ളം വീണ് കഴിഞ്ഞാൽ നിങ്ങളുടെ ലാർവ ചത്തു പോകാൻ സാധ്യത. അതിനുവേണ്ടിയാണ് നമ്മൾ ഇതിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിലൊരു പീസ് ഈ ഒരു സൈഡ് കട്ട് ചെയ്യുമ്പോൾ തന്നെ അടുത്തൊരു സൈഡിൽ പീസും കിട്ടും. അതൊരു ഇവിടെ ശാലം കൂടെ കയറ്റി കണ്ടോ, ഇങ്ങനെ പീസ് കിട്ടും. ഒരു കട്ടിങ് കൂടെ തന്നെ ഇപ്പോൾ കട്ടറാണെങ്കിൽ നിങ്ങൾക്ക് ആക്സിബിലിറ്റി കട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അതെ, ഇങ്ങനെ നമ്മൾ എടുത്തിട്ട് ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറം സൈഡിൽ പീസ് രണ്ട് സൈഡിലും കയറ്റിടുക. കാണുമെങ്കിൽ പിന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് ശകലം വേണമെങ്കിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കളയാം. ആടും കൈയും കാലും കൊള്ളാതിരിക്കാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞത് കേട്ടോ. ഇതുപോലെ ഇപ്പം ഇങ്ങനെ വെക്കുമ്പോൾ വെള്ളം ഒരു ആവശ്യത്തിനകത്ത് കയറത്തില്ല. ഇത് ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഒന്നും സൗണ്ട് ഒട്ടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സിമ്പിളായിട്ടുള്ള കാര്യം ചെയ്യും. പിന്നെ ഈ ഭാഗം വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒട്ടിച്ച് വെക്കാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ ചിലപ്പോൾ ഇത് പൊക്കുന്നത് ഇവിടെ പിടിച്ചായിരിക്കും. ഇതേപോലെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിടിക്കുമ്പോൾ തോന്നും ഇങ്ങനെ പൊക്കി യാതൊരു പ്രശ്നമില്ല. നമ്മൾ മിക്ക ആൾക്കാർ പൊക്കുന്നത് ഇങ്ങനെ അപ്പോൾ ഊരി പോരാതിരിക്കും. വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് വെക്കാം. കമ്പൽസറി അല്ല, ജസ്റ്റ് ഞാൻ പറയാം. അപ്പോൾ നമ്മുടെ അടപ്പ് നമുക്ക് റെഡിയാക്കുന്നത് എല്ലാവർക്കും മനസ്സിലായി. നെറ്റ് ഇതുപോലെ മതി. ഇതോടെ ഇറങ്ങി വന്ന് ഈ BSF ലാർവ വന്ന് മുട്ടയിട്ടിട്ട് പോകും. അത് വിരിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഇതിനകത്തേക്ക് വീണോളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നെറ്റ് ഇങ്ങനെ കൊടുക്കുന്നത്. അത് ഇപ്പോൾ തന്നെ കുറച്ച് കട്ട് ചെയ്ത് കളയാം. അതിനകത്ത് ശാലം നമുക്ക് കട്ട് ചെയ്ത് കളയാം. because അതിന് ഇറങ്ങി കയറാനായിട്ടുള്ള സ്പേസ് വേണമല്ലോ അതിനുവേണ്ടി. ഇനി ഇതിനകത്ത് നമുക്ക് ഹോൾ ചെയ്യേണ്ട ആവശ്യമില്ല. അത് മുമ്പേ നമ്മൾ ചെയ്തതായിരുന്നു. ഞാൻ ഇപ്പോൾ 1 ഇഞ്ചിൻ്റെ PVC പൈപ്പ്. ഇത് ഡാമേജ് ആയ പീസാണ്. നമ്മുടെ വണ്ടിയൊക്കെ കയറുമ്പോൾ ഡാമേജ് ഇവിടെ കാണാൻ സാധിക്കും. കണ്ടോ, ഇത് കണ്ടോ, ഇവിടെ ഡാമേജ് ആയ പൈപ്പിൽ പീസ് ഇട്ടാൽ മതി. അത് ഇവിടെ നിങ്ങൾ വേസ്റ്റ് ഇവിടെ നിന്ന് കിട്ടും. നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇത് നമുക്കിങ്ങനെ നേരെ പകുതിക്ക് ഇത് കട്ട് ചെയ്തെടുക്കണം. ഫുള്ളിങ്ങനെ ഫുള്ളിങ്ങനെ പകുതിക്ക് ഇത് കട്ട് ചെയ്തെടുക്കണം. ഈ കട്ടറും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ആസിഡൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. കയ്യിലും കാലിലൊന്നും പോകില്ല. ചെയ്യുമ്പോൾ കണ്ണാടി ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. ചെറിയൊരു തരി ഒന്ന് അടിക്കും. ഇതുപോലെയാണ് കട്ട് ചെയ്തിട്ടുണ്ടേ. കണ്ടോ, ഇതുപോലെ ഈ ബാക്കി പീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റി വെച്ചിട്ട് അടുത്ത ഉണ്ടാക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ കളയുന്നില്ല. ഇതുപോലത്തെ എൽബോയും 3/4 ഇഞ്ചിൻ്റെയാണ് ഉപയോഗിക്കുന്നത്. ഇത് സോറി, ഇത് 1 ഇഞ്ചിനാണ്. പക്ഷെ നമ്മൾ നോക്കിയപ്പം 1 ഇഞ്ച് ഇവിടെ സെറ്റ് ആകത്തില്ല. അപ്പോൾ നമ്മുടെ 1 ഇഞ്ചിൻ്റെ പൈപ്പ് ആയതുകൊണ്ട് 1 ഇഞ്ച് സെറ്റ് ആകത്തില്ലേ. നമ്മൾ അത് 3/4 ഇഞ്ചിൽ തന്നെ ആക്കാൻ പോകും. അത് 3/4 ഇഞ്ച് തന്നെ എടുക്കാം കേട്ടോ. ഇത് നമ്മുടെ ബക്കറ്റിൻ്റെ സൈസ് അനുസരിച്ച് ചിലപ്പോൾ മുറിക്കേണ്ടി വരും. വെച്ച് നോക്കരുത്, ഒത്തിരി ഹൈറ്റ് കൂടുതലാണ്. ഇത്ര ഏകദേശം വേണ്ടി നിൽക്കണം. നമുക്ക് ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് ഇങ്ങനെ അകത്തായിട്ട് ഇരുന്നാൽ മതി. നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ നീളം നമ്മൾ ശകലം അങ്ങ് മുറിച്ചെടുക്കാൻ പോകും. ഉദ്ദേശം വെച്ച് നോക്കുക. ബക്കറ്റിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ച് നോക്കണം. കണ്ടോ, വെച്ച് നോക്കണം എവിടെ വരും എന്നുള്ള കാര്യം. കണ്ടോ, അപ്പം ഇത്രയും നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. കണ്ടോ, ഇത് വേണമെങ്കിൽ നമുക്കിങ്ങനെ എടുത്ത് കട്ട് നോക്കിയെടുത്ത് അപ്പം ഞങ്ങൾക്ക് ചിലപ്പോൾ ഒരു ചെറിയ പീസ് കിട്ടിയേക്കും. അപ്പോൾ വേറൊരു ചെറിയ ബക്കറ്റ് വേണ്ടിയുള്ള ഒത്തേക്കാം. അപ്പോൾ നമ്മളിങ്ങനെ മുറിക്കുന്നു. നമുക്ക് ഇത്രയും ലെങ്ത്തിന് ആവശ്യം ഏകദേശം ഒരു 3 അടികളുണ്ടെന്ന് തോന്നുന്നു. ഇതിപ്പോൾ കറക്റ്റാണ്. ഇത്രയും മതി. ഇനി ഇതിൻ്റെ ഈ ഭാഗത്ത് നമുക്കൊരു ഹോൾ ഉണ്ടാവും. ഹോളിടാൻ പോയത് ചെറിയൊരു പണിയിട്ടുണ്ട്, പൊട്ടിപ്പോയത്. പക്ഷേ നമ്മൾ കാര്യമാക്കുന്നില്ല. നമ്മൾ വേറെ പരിപാടി ചെയ്യാൻ പോകാം.
നമ്മളിതിന് പകരം ഒരു ടീ എടുത്ത് അതിനകത്ത് പൈപ്പം കയറ്റാൻ പോണേ. ഇങ്ങനെ നമ്മൾ ഗേറ്റ് ഇറക്കിയിട്ടുണ്ട്. ഇനി അവിടത്തേക്ക് നമ്മൾ ഇതിനകത്തെ പൈപ്പ് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കണ്ടോ ഓക്കെ ആയിട്ട് ഇതുപോലെ ഇരിക്കും. ഈ പൈപ്പ് കൊടുത്തു വെച്ചാൽ നമ്മൾ ലാർവ ഇതിലൂടെയാണ് വെളിയിൽ നമ്മുടെ ബക്കറ്റിനകത്തേക്ക് നമ്മൾ ശേഖരിക്കുന്നത്. അതിനാണ് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് കണ്ടോ കാണുമ്പോൾ ഇങ്ങനെ ഇരിക്കുക. അകത്തെ വീസുണ്ട് ഇതിലേക്കൂടെ ലാർവ ഇങ്ങനെ കയറി വന്ന് ഈ പൈപ്പിലൂടെ വെളി വരും. അത് വലിയ ലാർവ മാത്രമേ അങ്ങനെ വരത്തുള്ളൂ. അതിനുവേണ്ടി നമ്മൾ അങ്ങനെ ചെയ്തത്. ഇതിവിടെ കിടന്നിങ്ങനെ ആണതിരിക്കുന്ന ഹോൾ വലുതായി കാരണത്താണ് ആണതിരിക്കാൻ നമുക്ക് വേണമെങ്കിൽ എൻസിൽ ഇട്ട് നിങ്ങളുടെ കിടന്നിപ്പോൾ ഒരു ആട്ടം ഉണ്ടല്ലോ ഈ നമുക്ക് എൻസിൽ ഇട്ട് വേണമെങ്കിൽ സീൽ ചെയ്തിടാം. ഇത് ബിറ്റിച്ച് വലുതായി. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടി ഇതിൻ്റെ അടിയിലായിട്ടുള്ളൊരു വെള്ളമാണ്. ഫുഡ് വേസ്റ്റ് നമ്മൾ ഒഴിക്കുമ്പോൾ തന്നെ വെള്ളം ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഇനി ഒരു ഹോൾ കൂടെ ചെയ്യാൻ പോകുന്നത്. ആ ഹോൾ നമുക്ക് നമ്മുടെ മുടക്ക് വലിയ ഹോൾ വലിയതായ കാരണത്താൽ നോക്കട്ടെ സെറ്റ് ആകുമല്ലോ. ഇത് കുഴപ്പമില്ല. ഓക്കെ ഇത് നമുക്ക് വെക്കാൻ പറ്റുന്നു. അപ്പം പിന്നെ ആ ബിറ്റ് തന്നെ ഹോൾ ചെയ്യണം. അത് നമ്മൾ ബക്കറ്റ് നേരെ സെൻറ്ററാണ് നമ്മൾ ഹോൾ ചെയ്യാൻ പോകുന്നത്. ഇതുണ്ട് സെൻറ്ററിൽ ഇങ്ങനെ ഒരു ഹോൾ കൂടെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ വേണ്ടത് 3 ഹോളാണ്. ഒന്ന് അടപ്പിൽ ഒരു ഹോൾ വേണം, സൈഡിൽ കളക്ഷൻ ഏരിയയിൽ ഒരു ഹോൾ വേണം, അതേപോലെ ബോട്ടമിൽ ഡ്രെയിൻ പൈപ്പിൽ ഒരു ഹോൾ വേണം. ഇനി നമ്മൾ അതിനകത്ത് ഇടാൻ പോകുന്നത് 3/4 ഇഞ്ചിൻ്റെ ടാങ്ക് കണക്കാണ്. 25 mm ടാങ്ക് കണക്കാണ്. നമ്മൾ കയറ്റി വെച്ചു. അതൊന്ന് റബ്ബർ വാഷ് ഇടാൻ മറക്കല്ല. റബ്ബർ വാഷ് ഇട്ടിട്ടേ അത് മുറുക്കാവുള്ളൂ, അല്ലെങ്കിൽ വെള്ളം ലീക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. ചെറിയ പീസ് കട്ട് ചെയ്ത് നമ്മൾ ഇതിലോട്ട് എൽബോ കൊടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു ചെറിയ ടാപ്പ് 15 രൂപ ഉള്ളൂ ഈ ടാപ്പ്. നമുക്ക് എന്താ വെള്ളം എടുക്കണം വേണ്ടാത്തപ്പോൾ ക്ലോസ് ആണ്. അല്ലാതെ വലിയ കൂടിയ ടാപ്പൊന്നും മേടിച്ചേണ്ട യാതൊരു ആവശ്യമില്ല. ഇതും ഒരു RFTA എന്ന് പറയുന്നത് റിഡ്യൂസിങ് ത്രെഡ് അഡാപ്റ്റർ. RFTA ഫീമെയിൽ ത്രെഡ് അഡാപ്റ്റർ എന്ന് പറയുന്നത്. എൻ്റെ പേരെല്ലാം ഞാൻ കേൾക്കുന്നത്. നമ്മുടെ ഫുള്ള് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിന്നിൻ്റെ വരെ കഴിഞ്ഞു. ഇനി നമുക്ക് സോൾവെന്റ് ശകലം വേണം. എന്താ വെച്ചാൽ നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ സോൾവെന്റ് നമുക്ക് ആവശ്യം വരും. ഇതുപോലത്തെ ഒരു നെറ്റ്. ഈ നെറ്റ് നമ്മുടെ ഗാർഡാണ്. ഇത് വേണം നിർബന്ധമൊന്നുമില്ല. നമ്മളൊരു കുപ്പി എടുത്തിട്ട് അത് ഹോളിട്ട് വെച്ചാണ്, ചെറിയ ഹോളിട്ട് വെച്ചാലും മതി. ഇതിപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നുണ്ട്, ഞാനിത് ഉപയോഗിക്കും. അല്ല ആ സാധനം ഇങ്ങനെ ഇരിക്കും. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ പുഴുക്കൾ ഒരിക്കലും ആ പൈപ്പ് നമ്മൾ താഴെ വെള്ളം പോകാൻ വേണ്ടി വെച്ചിരിക്കുന്ന പൈപ്പില്ലേ, ഈ പൈപ്പ് സെറ്റ് ചെയ്ത് അതിനകത്തേക്ക് ഇറങ്ങത്തില്ല. ഇതൊരു ഗാർഡായിട്ടാണ്. ഉണ്ടോ വെള്ളം മാത്രം. ഈ ഫുഡ് വരുമ്പോൾ അതിനകത്ത് എന്തായാലും വാട്ടർ അംശം കാണും, വാട്ടറിൻ്റെ പെർസെൻറ്റേജ് കാണും. വെള്ളം മാത്രം നമ്മളിത് പോകത്തുള്ളൂ. അതിനുവേണ്ടി നമ്മൾ അങ്ങനെ ഒരു കാര്യം സെറ്റ് ചെയ്ത് വെക്കണം. ഉണ്ടോ ഓവറോൾ നമ്മുടെ ബിന്ന് കാണുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഉണ്ടോ
ഇനി ഈ ഭാഗവും ശകലം ഒന്നിങ്ങനെ താത്ത് വെച്ചേക്കണേ ഒരു പൊടിക്കാം. അവിടെ ഹോളിച്ചിരി വലുതായ കാരണത്താലാണ് അങ്ങനെ ഒരു ഇഷ്യൂ വന്നത്. കുഴപ്പമില്ല, നമുക്ക് MC വെച്ച് സെറ്റ് ചെയ്യാം. ഇനി വല ഇതിനകത്ത് തന്നെ ഇരിക്കട്ടെ. എന്താ ഇങ്ങനെ ചില പുഴുക്കൾ ഇതിനകത്ത് ഇറങ്ങി നമ്മുടെ ബിന്നിനകത്ത്, ആ ബിന്ന് നമുക്കൊന്ന് ഉണ്ടാക്കണം. നമുക്ക് എന്തെങ്കിലും പാത്രം ഇരിപ്പുണ്ടോ നോക്കട്ടെ. കാണാൻ ഇതുപോലെ ഇരിക്കും നമ്മുടെ കംപ്ലീറ്റ് ബിൻ. ഇത് നമ്മളൊന്ന് ഫിക്സ് ചെയ്യേണ്ട ആവശ്യം, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ശക്കലായിട്ടൊന്ന് ഫിക്സ് ചെയ്യണം. ഓക്കെ, ഇതിനടക്കം കൂടെ വെച്ച് കഴിഞ്ഞാൽ പുഴുക്കൾ ഇന്ന് സെറ്റ് ആക്കാം. അപ്പം ഫുള്ള് ബിന്ന് റെഡി ആയിട്ട് നമ്മൾ സ്റ്റാൻഡിലോ അല്ലെങ്കിൽ കട്ടടിക്ക് വെച്ചോ എന്തെങ്കിലും ഫിക്സ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് സ്പേസ് കണ്ടെത്താം. പിന്നെ ഒരുപാട് വെള്ളം വീടിനടുത്ത് കൊണ്ട് വെക്കല്ല, വെള്ളം അകത്ത് ഇറങ്ങത്തില്ലെങ്കിലും എന്തെല്ലാം റിസ്ക് എടുക്കുന്നത് അതിന് ആവശ്യമില്ല. സുഖമായിട്ട് നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങളെല്ലാം നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ നമ്മുടെ ഷീറ്റിൻ്റെ ഒരു സപ്പോർട്ടുണ്ട്. വലുതായിട്ട് വെള്ളം വീഴത്തില്ല, ശകലം വെള്ളം വീഴുന്ന കുഴപ്പമൊന്നുമില്ല. അപ്പം ഈ ഭാഗത്തായിട്ട് നമുക്ക് സെറ്റ് ചെയ്തില്ല. ഇവിടെ ഓൾറെഡി നമുക്കൊരു സപ്പോർട്ട് ഉണ്ട്. ഇവിടെ കട്ട കെട്ടുണ്ട്, ബൗണ്ടറി ബോൾ പോലെ സെറ്റ് കെട്ടുണ്ട്. അത് നമ്മുടെ ബിന്ന് നമ്മൾ സെറ്റായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ സ്ഥാനം മാത്രം നമ്മളിവിടെ ഫിക്സ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് തൂങ്ങി കിടക്കാം. അത്രയും അങ്ങോട്ട് തൂങ്ങി കിടക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഒന്ന് ശകലം MC സെറ്റ് ചെയ്ത് കിടക്കട്ടെ കറക്റ്റാ. അപ്പം എന്താ ചെയ്യണ്ടേ, ഇപ്പോൾ ഒട്ടിച്ച കാരണം നമുക്ക് സുഖമായിട്ട് എടുക്കാം. ഈ സാധനം ഗാർഡായിട്ട് വെച്ചു. ഇതിനകത്ത് ഇനി ഇടേണ്ട സാധനങ്ങളാണ് ശകലം ചകിരിച്ചോറ് അല്ലെങ്കിൽ ഇനാക്കുലം എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് കിട്ടാറുണ്ട്, ബയോ ഇനാക്കുലം. ആ സാധനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആ സാധനം വെച്ച് നമ്മുടെ ഫുഡ് വേസ്റ്റുകളെല്ലാം ഇട്ട് കഴിയുമ്പോൾ ഒരു 15 തൊട്ട് 20 ദിവസത്തിനകം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല വളവ് ശേഖരിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ മീൻ കുഞ്ഞുങ്ങൾക്കായാലും കോഴിക്കായാലും താറാവിനായാലും ചില കിളികൾക്കായാലും എല്ലാത്തിനും ഫീഡും റെഡിയാവും. ഇത് വലിയൊരു ബിസിനസ്സാണ്. ഇനിയിപ്പോൾ നമ്മൾ ലൈസൻസ് എടുക്കുകയാണെങ്കിൽ ആ ഒരു ഡ്രയറും കൂടെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന BSF ലാർവ നമുക്ക് ലൈവായിട്ട് കൊടുക്കാതെ എന്താ ചെയ്യാം, ഡ്രൈ ചെയ്തെടുക്കാം. അരോണ, ആലിഗേറ്റർ കാർ, അതേപോലെ ഇൻഡോനേഷ്യൻ ടൈഗർ, ഇതുപോലെ കുറേ എക്സോട്ടിക് ബ്രീഡ്സ് ഉണ്ട്. ഇതിനെല്ലാം കൊടുക്കാനായിട്ട് ബെസ്റ്റ് ഫീഡാണ്. അതിപ്പം നിലവിൽ ഹോൾസെയിൽ വില ഞാൻ പറയുന്നത്. ഹോൾസെയിൽ വില ഡ്രൈ ആയിട്ടുള്ളതിന് 1 കിലോയ്ക്ക് 800 രൂപ വരെ ഉണ്ട്. 1 കിലോയ്ക്ക് 800 രൂപ വരെ നമുക്ക് വിലയുണ്ട്. അത് റീറ്റെയിലേക്ക് വരുമ്പോഴത്തേന് ഒത്തിരി വില പോകും. 1000 രൂപ, 100 രൂപയ്ക്ക് 100 ഗ്രാം, 10 ഗ്രാം, 100 ഗ്രാം ഇങ്ങനെയുള്ള തീറ്റ നല്ല റേറ്റ് പോകും. ഇത് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടും. മീൻ കുഞ്ഞുങ്ങളൊക്കെ എടുത്ത് കച്ചവടം ചെയ്യുന്നവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഞാൻ പറയുന്നത് എല്ലാ അക്വേറിയം ഷോപ്പിലും ഈ ഒരു പ്രൊഡക്റ്റ് എല്ലാവരും ചെയ്ത് വെക്കണം കേട്ടോ. നമുക്ക് വളരെയധികം ഗുണകരമാണ്, ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. നമുക്കത് ചെയ്താൽ ബെസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ബാക്കി കാര്യങ്ങൾ നമുക്ക് സെറ്റാക്കി വിടാം. അതിന് പെൻസിൽ വേണ്ടി ശകലം ഇവിടെ നിന്ന് തേച്ച് റെഡിയാക്കും. നമ്മളിനി ഇതിനകത്തേക്ക് പറഞ്ഞ ഇനാക്കണം അങ്ങനത്തെ ഉള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെക്കാൻ പോവാണ്. അതിനോട് ചെയ്യുന്നത് ചില ശകലം പേപ്പറുകൾ നമുക്കൊന്ന് കയറുക. പേപ്പർ ചെയ്യുമ്പോൾ ഗുണം എന്താ വെച്ചാൽ ഈ പറയുന്ന നമ്മുടെ ആദ്യം നമ്മൾ ചകിരിച്ചോറോ അല്ലെങ്കിൽ ഇനാക്കണം പൗഡറൊക്കെ ഈ ബക്കറ്റ് വഴി അകത്തോട്ട് വീഴത്തില്ല. പിന്നെ മറ്റൊരു മെയിൻ ഗുണം എന്ന് വെച്ചാൽ ഈർപ്പം കുറേ നിലനിർത്തും. അങ്ങനെ ഇതാ നമുക്ക് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ മാത്രമേ നമുക്ക് ഇടാൻ പാടില്ല. അത് ബാക്കി എന്തിട്ടാലും നമുക്ക് യാതൊരു പ്രശ്നമില്ല കേട്ടോ. ഇരുമ്പ് ഐറ്റംസും പ്ലാസ്റ്റിക് വേസ്റ്റ് അങ്ങനത്തെ ഗ്ലാസ്സുകൾ അതൊന്നും നമുക്ക് ഇതിനകത്ത് പോകത്തില്ല. ഇനിയിപ്പോൾ ഒരു ചെറിയ ക്ലോത്തിൻ്റെ കഷ്ണം ഇട്ടാലും വലിയ പ്രശ്നമൊന്നുമില്ല, അത് ആയിക്കോളും. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, സെറ്റായിട്ടെ. ശകല ഏരിയയുള്ളൂ, നമ്മൾ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് പാക്ക് ചെയ്തെടുത്തുന്നില്ല. അതിങ്ങനെ വലിയ തോതിലൊരു പാക്കിംഗ് ഒന്നുമില്ല. ശകലമൊക്കെ പോയെന്ന് പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്കിനി എന്നാൽ ഇനാകുലത്തിൻ്റെ പൗഡർ നമ്മൾ എടുത്തിട്ടുണ്ട്, അത് നമുക്ക് പൊട്ടിക്കാം. ഇതാണ് പ്രൊഡക്റ്റ് ഉണ്ടോ, ഇത് ചങ്ങനാശ്ശേരിക്കാരാണിത് നമുക്കിവിടെ സപ്ലൈ തരുന്നത്. നമുക്ക് ഇനാക്കുലം പൗഡർ ഇല്ലെങ്കിലും ചകിരിച്ചോറുണ്ടെങ്കിൽ അതായാലും മതി. ഇതാ
ഇത് കാണുമ്പം ചകിരിച്ചോറ് പോലെയാണ്, പക്ഷേ അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റ് തന്നെ. നോക്കിടാം, ശകലം മറിക്കുമ്പോൾ പൊടി വറക്കും. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പൊടി വറക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് വേണ്ടത് മെയിനായിട്ട് അടുക്കള വേസ്റ്റ് ആണ്. അടുക്കള വേസ്റ്റ് പിന്നെ മമ്മി എടുത്ത് കളഞ്ഞു പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ കിളിക്കൂടൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സാധനങ്ങളാണ്, കണ്ടോ? കണ്ടോ? അതിൻ്റെ ബാക്കി വന്ന തിനയും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഇതെല്ലാം കൂടി ഇന്നതിനകത്ത് ഇടാം. ഫുൾ വേസ്റ്റാണ് ഇത്. അതിൻ്റെ കാഷ്ടം ഉണ്ടാകും. ചിലപ്പം നമുക്ക് ബേർഡ്സൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം പറ്റിയിട്ട് ഡെഡായി പോകുന്നതൊക്കെ ഉണ്ടാവും. നമ്മൾ പ്ലാസ്റ്റിക് കവറൊന്നും ഇന്നതിനാണെങ്കിൽ പാടില്ല. അല്ലോ, അപ്പോൾ നമ്മളിതിട്ട് വെച്ചേ അത്യാവശ്യം നല്ല സ്മെല്ലുണ്ടാവും ഇതിന്. നമ്മൾ ഈ വേസ്റ്റിനെ നല്ല സ്മെല്ലുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊന്നും വരത്തില്ല. ഇത് നമ്മൾ ചെയ്യുന്ന ഇവിടെ കൊണ്ട് നമ്മൾ ചുമ്മാ ഒന്ന് കഴുകി എടുത്തിട്ട് കോഴിക്ക് കൊടുത്തുകൊണ്ടിരുന്ന സാധനം. അപ്പോൾ ഈ കൂട്ടത്തിൽ നമുക്ക് വേറൊരു ഇതും കൂടെ ഉണ്ട്. നമുക്കിന്ന് ഒരു ടാങ്കിനകത്ത് ചെറിയൊരു ഇഷ്യൂസ് വന്നു പോയായിരുന്നു. കുറച്ച് ഗോൾഡ് ഫിഷുകൾ എന്തോ കംപ്ലയിൻറ്റ് കാരണം ഡെഡായി. കഴിഞ്ഞ ദിവസം വന്നതായിരുന്നു. അപ്പോൾ അതും കൂടെ നമുക്ക് ഇങ്ങനെ എടുക്കാം. ഈ ടാങ്കിലെ കുറച്ച് ഗോൾഡ് ഫിഷൊക്കെ നമുക്ക് ഡെഡായിട്ടുണ്ട്. ഇതുണ്ടോ? ഇതൊക്കെ നമുക്ക് ഫാമിലുള്ള സ്ഥിരം കാഴ്ചകളൊക്കെ തന്നെയാണ്. എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണുന്നത് ചിലപ്പം ഫിഷസ് ഡെഡ് ആവും. ചിലപ്പോൾ ഈ ട്രാൻസ്പോർട്ടിൻ്റെ സമയത്തൊക്കെ വരുന്ന ഇഷ്യൂസൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇതും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കണേ. കണ്ടോ? അപ്പോൾ ഇനി നമ്മൾ വീണ്ടും ഇതിനകത്തേക്ക് ശകലം നമുക്ക് ചകിരിച്ചോറ് പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. ചുമ്മാ നിരത്തി ഇട്ടാൽ മതി. ഇത് കഴിയുമ്പോൾ നമ്മൾ ഇതെന്ത് ചെയ്യുന്നത്, ഇത് ഫുൾ അങ്ങ് നമ്മൾ അടച്ചു വെക്കുവാണേ. അടച്ചു കഴിഞ്ഞ് ഈ ടാപ്പ് നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കണം. ഓക്കെ, ഈ രീതിയിലാണ് നമ്മളിത് സെറ്റ് ചെയ്ത് വെക്കുന്നത്. കണ്ടോ? ഇനിയിപ്പോൾ എന്തുകൊണ്ടാണ് ഇതിനകത്ത് വേംസ് ക്രിയേറ്റ് ചെയ്യും. ഈ ചെന്ന് മുട്ടയിടും. മുട്ടയിട്ട് കഴിഞ്ഞതിന് ശേഷം വേംസ് ക്രിയേറ്റ് ചെയ്യും. അത് ഈ നമ്മളുണ്ടാക്കിയ ഈ കൊള്ള വഴി എവിടെ വരും? ഈ പൈപ്പിനകത്ത് നമ്മുടെ സ്റ്റോറേജിനകത്ത് വരും. അപ്പോൾ അങ്ങനെ നമുക്കിത് സെറ്റാക്കി എടുക്കാൻ സാധിക്കുന്നത്. കണ്ടോ? അപ്പോൾ നമുക്ക് വന്നാൽ വെയിറ്റ് ഒരു 10-15 ദിവസം എടുക്കും വേംസ് ആവാൻ വേണ്ടി. അപ്പോൾ അതിന് ഈ സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. നമ്മൾ സെറ്റ് ചെയ്തു. ഇനി പുഴുക്കളുണ്ടാവാനും അതേപോലെ വളം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം അടുത്തൊരു വീഡിയോ വരെ കാത്തിരിക്കാം. താങ്ക് യു. എല്ലാവരും ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കൂടെ ചെയ്യാം.